മധ്യശതകങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ ഒരു നാടകമാണ് എവരി മാൻ. ഇതിലെ മുഖ്യ കഥാപാത്രമായ എവരി മാൻ ലോകത്തിലെ മുഴുവൻ ജനതയുടെയും പ്രതിനിധിയാണ്, ഞാനും നിങ്ങൾ ഉൾപ്പെടെ. എവരി മാൻ സുന്ദരനാണ്, സുമുഖനാണ്, ധനാഢ്യനാണ്. ഈ വ്യക്തിയുടെ മുൻപിൽ ഒരിക്കൽ മരണദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ലോക ജീവിതം അവസാനിച്ചു കഴിഞ്ഞു, ഇന്ന് മരണം സംഭവിക്കുകയാണ്. എവരി മാൻ ഞെട്ടി. ഉടനെ മരണദൂതനോട് പറഞ്ഞു, ഞാൻ മരണത്തിനു വേണ്ടി അത്ര ഒരുങ്ങിയിട്ടില്ല, പല കാര്യങ്ങളും ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. പെട്ടെന്നങ്ങ് പോവുക എന്നത് സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 1 മാസം കൂടി നീട്ടിത്തരണം. മരണദൂതൻ പ്രതിവചിച്ചു, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, യാതൊരുവിധ വ്യത്യാസവും വരുത്താൻ സാധ്യമല്ല. എവരിമാൻ വീണ്ടും അറിയിച്ചു, എങ്കിൽ 1 ആഴ്ച കാലം എനിക്ക് അനുവദിച്ചു തരണം. 1 ആഴ്ചയെങ്കിലും ഉണ്ടെങ്കിലേ നന്നായി ഒന്നൊരുങ്ങാൻ സാധിക്കുകയുള്ളൂ. മരണദൂതൻ പറഞ്ഞു, യാതൊരു നിവൃത്തിയുമില്ല, 1 ദിവസം പോലും തരാൻ നിർവാഹമില്ല. ഒടുവിൽ 1 മണിക്കൂർ സമയം അനുവദിച്ചു. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് എങ്ങനെ ഒരുങ്ങും? എവരിമാൻ ചിന്തിച്ചു. ഉടനെ അയാൾ അന്ന് വരെ നേടിയെടുത്ത സമ്പത്ത്, അധികാരം, സ്ഥാനമാനങ്ങൾ, പദവി, ഇവരുടെയൊക്കെ സമീപം ചെന്നിട്ട് പറഞ്ഞു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, എൻ്റെ ജീവിതം അവസാനിക്കാറായി. അവ മറുപടി പറഞ്ഞു, താങ്കൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. താങ്കളുടെ ശവസംസ്കാരം ലോകത്തിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത വിധം ഏറ്റവും ഭംഗിയായി ഞങ്ങൾ നടത്തിക്കൊള്ളാം. എവരിമാൻ പറഞ്ഞു, എനിക്ക് ഈ സഹായമല്ല ആവശ്യം. ഒന്നുകിൽ മരിക്കാതിരിക്കാനുള്ള സഹായം, അല്ലെങ്കിൽ മരണശേഷമുള്ള സഹായം. അവയെല്ലാം കൈമലർത്തി. അയ്യോ, ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എവിടെയെല്ലാം സഹായം അഭ്യർത്ഥിക്കാമോ അവിടെയെല്ലാം സഹായത്തിനായി അയാൾ ചെന്നു. എന്നാൽ എല്ലാവരും കൈയൊഴിഞ്ഞു. ഈ അവസ്ഥയിൽ പരമദരിദ്രനായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ താങ്കളെ സഹായിക്കാം, മരണസമയത്തും മരണശേഷവും. എവരിമാൻ സൂക്ഷിച്ചു നോക്കി. ഇന്ന് വരെ ഇയാളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാണ്? എവരിമാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, താങ്കളുടെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും കാലത്ത് താങ്കൾ അറിയാതെ ചെയ്തു പോയ നല്ല പ്രവൃത്തികളുടെ ആകെ തുകയാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ എവരിമാൻ ചിന്തിച്ചു, ഇഹലോക ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു 3 സുഹൃത്തുക്കളെങ്കിലും സമ്പാദിച്ചിരുന്നെങ്കിൽ തൻ്റെ പരലോക ജീവിതം എത്രയോ സന്തോഷപ്രദമായി തീരുമായിരുന്നു. നോക്കൂ, ഇത്തരം ഗതികേട് ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തിക്കും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി 2 കാര്യം ചെയ്യണം. യേശു പറഞ്ഞു, നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കണം, സദാ ഉണർന്നിരിക്കണം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. സുവിശേഷത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, സദാ ജാഗരൂകരായിരിക്കണം എന്നത്. കർത്താവിൻ്റെ വചനം നാം ഓരോരുത്തർക്കും മുന്നറിയിപ്പ് തരികയാണ്. സഹോദരങ്ങളെ, നിന്റെ ഇന്ന് വരെയുള്ള സ്ഥാനമാനം, പദവി, നിൻ്റേതായിട്ടുള്ള കഴിവുകൾ, ഇവയെല്ലാം ഏത് സമയത്തും നിന്നെ വിട്ടുപോകേണ്ടതായിട്ടുള്ള ഒരു ദിവസം വരും. ദൈവത്തോട് കൂടെ പോകാൻ, ദൈവവുമായി ഒന്നു ചേരുന്ന നിത്യ രാജ്യത്തിലെ അംഗത്വത്തിനു വേണ്ടി നീ ഓരോ ദിവസവും ഒരുങ്ങിയിരിക്കുക. സ്വർഗരാജ്യത്തിലെ പെർമനൻ്റ് മെമ്പർഷിപ്പിന് വേണ്ടി. ഇതൊരു മുന്നറിയിപ്പാണ്. ഇതാണ് 1ാമത്തെ കാര്യം. 2ാമത്തേത് ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ എഴുതാതെ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. പരീക്ഷ നടത്തുന്നത് കർത്താവാണ്. പരീക്ഷയിൽ ആരും തോറ്റുപോകരുതെന്ന് കർത്താവിന് നിർബന്ധമുള്ളതിനാൽ നേരത്തെ തന്നെ ചോദ്യങ്ങളെല്ലാം പരീക്ഷ എഴുതുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം മത്തായി 25:35 നമുക്ക് കാണാം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നോ?
ആരാണീ വിശക്കുന്ന വ്യക്തി? ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽപ്പക്കക്കാർ, ജോലിസ്ഥലത്തുള്ളവർ, പോകുന്ന വഴിക്ക് കാണുന്ന വ്യക്തികൾ, അങ്ങനെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയുമാണത്. ഇനി എന്താണീ വിശപ്പ്? ഭക്ഷണം കൊണ്ട് മാത്രം തീർക്കാവുന്ന ഒരു വിശപ്പാണോ അത്? മത്തായി 4:4 കാണാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇത് അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പല്ല. അപ്പം ഭക്ഷിച്ച് വിശപ്പടക്കിയാലും മനുഷ്യന് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഇത് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹമാണ്, വിശപ്പാണ്. ആമോസ് 8:11 പറയുന്നു, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണ ക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഈ ക്ഷാമം നിന്റെ ചുറ്റുവട്ടത്തുള്ളവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അവർക്ക് മറ്റെല്ലാം കൊടുത്താലും കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, സഹോദര സഹോദരി, കർത്താവ് നമ്മോട് ചോദിക്കും, എന്നോടും നിങ്ങളോടും ചോദിക്കും, എനിക്ക് വിശന്നു, നീ ഭക്ഷിക്കാൻ തന്നോ? നാം ഈ ലോക ജീവിതത്തിലെ സുഖസന്തോഷങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ ക്രമീകരണങ്ങൾ മാത്രം കൊടുത്താൽ പോരാ. നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവിൻ്റെ വചനം കൊടുക്കാൻ നാം തയ്യാറാകണം. അപ്പോൾ മാത്രമേ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാവൂ. കർത്താവായ യേശു ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നോ? എന്താണ് ഈ ദാഹം? അത് ലൗകികമായ ദാഹത്തേക്കാൾ ഉപരി ദൈവസ്നേഹത്തിനും പരിശുദ്ധാത്മാവിനു വേണ്ടിയുള്ള ദാഹമാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-6 പറയുന്നു, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും എന്നും, ദാഹം തീർക്കുന്ന ദൈവാത്മാവിൻ്റെ ആ ഉറവ, അത് ലഭിക്കാൻ നിങ്ങൾ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ? പ്രയത്നിച്ചിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചോ? പരദേശി, അന്യദേശത്ത് താമസിക്കുന്നവൻ. സന്തോഷത്തിൽ കഴിയുന്ന എൻ്റെ മുൻപിൽ ദുഃഖത്തിൽ കഴിയുന്നവൻ പരദേശിയാണ്. ആ സമയത്ത് ഞാൻ സമ്പന്നനാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ പരദേശിയാണ്. ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചോ എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ, നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ളവനെ, വേദനിക്കുന്നവൾ, തകർന്നവൾ, നിരാശയിലായിരിക്കുന്ന വ്യക്തികൾ സ്വീകരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും തയ്യാറായിട്ടുണ്ടോ ഞാനും നിങ്ങളും? ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ധൈര്യപൂർവ്വം സാധിക്കും. നാലാമത്തേത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? ഇത് ശാരീരികമായ രോഗാവസ്ഥ മാത്രമല്ല, ആത്മാവിൻ്റെ രോഗാവസ്ഥ കൂടിയാണ്. പാപത്തിൻ്റെ, ദുശീലത്തിൻ്റെ, തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന ഓരോ വ്യക്തിയും ആത്മാവിൽ രോഗികളാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തി അവരുടെ ആത്മാവിൻ്റെ രോഗാവസ്ഥ മാറ്റാൻ ഞാനും നിങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? എന്താണ് ഈ നഗ്നത? ഇത് വിവസ്ത്രമായ ശാരീരിക അവസ്ഥ മാത്രമല്ല. നാമൊക്കെ പറയാറില്ലേ, അവൻ്റെ ആ വാക്ക് ശരീരത്തിലെ തൊലി പോലും ഉരിച്ചു കളഞ്ഞു എന്ന്. അത്രമാത്രം കഠിനമായ വാക്ക്. ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഇങ്ങനെ ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുറിവേറ്റതിലെ നഗ്നത മാറ്റാൻ നാം അവരെ സഹായിച്ചിട്ടുണ്ടോ? മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? മാപ്പ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ആയി. ആറാമത്തെ ചോദ്യം, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ? എന്താണ് ഈ കാരാഗ്രഹം? പാപത്തിൻ്റെയും അന്ധകാര ശക്തിയുടെയും കാരാഗ്രഹം, മദ്യപാനത്തിൻ്റെയും മറ്റ് ദുശീലങ്ങളുടെയും കാരാഗ്രഹം. നിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിട്ടുള്ളവർ ഇത്തരം കാരാഗ്രഹത്തിലാണെങ്കിൽ അവരെ മോചിപ്പിക്കാനുള്ള ചുമതല നിങ്ങളുടേതാണ്, എൻ്റേതാണ്. ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, നല്ല ജീവിതം നയിക്കുന്നു എന്ന് വിചാരിച്ച്
നീ മാത്രം, ഞാൻ മാത്രം, നമ്മൾ മാത്രം നന്നായാൽ പോരാ. മറിച്ച് നാം നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. അവരെ മോചിപ്പിക്കാനുള്ള അവകാശം, അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അത് ചെയ്യണം. നിന്നിലൂടെയാണ് ആ വ്യക്തിയെ, എന്നിലൂടെയാണ് ആ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ 6 ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഒരുങ്ങി കാത്തിരുന്നാൽ ഏതു സമയത്തും എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കും. ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ഉത്തരം കൊടുക്കാൻ കഴിയും. എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ നിൻ്റെ ഭാര്യയിൽ, ഭർത്താവിൽ, സഹോദരങ്ങളിൽ, അയൽവാസികളിൽ, ജോലിസ്ഥലത്തുള്ളവരിൽ കർത്താവിൻ്റെ നിരന്തരമായ സാന്നിധ്യമുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നാം അവരെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനാദികാലം മുതലേ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗരാജ്യം സഹോദര, സഹോദരി, മകനെ, മകളെ നമുക്കുള്ളതാണ്. ചുറ്റുമുള്ളവരിൽ കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് അവർക്ക് സ്നേഹം നൽകാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഈ തയ്യാറെടുപ്പാണ് ഏത് നിമിഷം കർത്താവ് വിളിച്ചാലും കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ധൈര്യപൂർവ്വം നൽകാൻ, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള യോഗ്യത നേടാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.